എല്ലാവർക്കും ചേസിംഗ് ലൈഫ് ഫിറ്റ് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പി സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഒരു മനുഷ്യൻ 10,000 സ്റ്റെപ്പെങ്കിലും നടക്കണമെന്നാണ്. എല്ലാവരും അത് പ്രോട്ടോകോൾ പ്രകാരം പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. വാച്ചിലും അല്ലെങ്കിൽ മറ്റേ ഹെൽത്ത് ബാൻഡിലും എല്ലാ വഴിയും നിങ്ങൾ നോക്കി 10,000 സ്റ്റെപ്പ് ഞാൻ ആവുന്നുണ്ടോ ഒരു ദിവസം, നമ്മുടെ ഹാർട്ടിന് നല്ലതെന്ന് വെച്ചിട്ട് ശരിക്കും ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടന്നു തുടങ്ങിയപ്പോൾ ആൾക്കാർ. നല്ല കാര്യം. എങ്ങനെ നടക്കണമെന്ന് ശരിക്കും എല്ലാവർക്കും അറിയില്ല. എല്ലാവരും ഒരു കടമ നിർവഹിക്കണോ 10,000 സ്റ്റെപ്പ് എത്തിക്കുന്നുണ്ട്. പക്ഷെ 10,000 സ്റ്റെപ്പ് തെറ്റായിട്ടാണോ നിങ്ങൾ എത്തിക്കുന്നത്? നിങ്ങളത് ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ മൂട്ടിനെ നിങ്ങളല്ലെങ്കിൽ കേടാക്കും. മുട്ടായാലും കഴുത്തായാലും നിങ്ങളുടെ ചെസ്റ്റായാലും എല്ലാം. അപ്പോൾ എങ്ങനെ നടക്കണം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. 3 സ്റ്റെപ്പുകൾ പറഞ്ഞില്ല, 3 ടിപ്സ് ഉള്ളത്. നിർബന്ധമായിട്ട് എല്ലാവരും 10,000 സ്റ്റെപ്പിന്റെ ഒരു ദിവസത്തിൽ നടക്കാൻ നോക്കാം. അത് കറക്റ്റായിട്ട് നടക്കാം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും 10,000 സ്റ്റെപ്പാക്കാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ വലിയ സ്റ്റെപ്പുകൾ ഇങ്ങനെ വയ്ക്കും. വലിയ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. വലിയ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ടു ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, എൻ്റെ ഹീലാണ് കുത്തിയത്, പാദം വെക്കും, വലിയൊരു സ്റ്റെപ്പ് വെച്ചു. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പ്രഷർ പോയിന്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇവിടെ മുട്ടിലേക്ക് കൂടുതൽ ലോഡ് വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതായത് നേരെ വലിയൊരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചപ്പം തന്നെ ഇത് ഇവിടെ പ്രഷർ പോയിന്റായി ഇവിടെ ലോഡ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മുട്ടിന് അത് പ്രശ്നമാണ്. കാരണം നമ്മുടെ ജോയിന്റ് ഇതിങ്ങനെ ഇരിക്കുന്ന ജോയിന്റ് ശ്രദ്ധിച്ചാൽ കാണാം. ഇതിങ്ങനെ ഇരിക്കുന്ന ജോയിന്റ് ഇതിങ്ങനെ പോവാണ്. അതായത് നമ്മൾ ഇത് പാദം എന്ന് വിചാരിക്കുക. ഇത് കുത്തിയപ്പോ തന്നെ ഇതിങ്ങനെ പോവാണ്. ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ കാർട്ടിലേജ് വന്നിട്ട് അങ്ങോട്ട് അമ്മങ്ങും. ഇത് 10,000 സ്റ്റെപ്പ് ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഇങ്ങനെ മടങ്ങി അത് ഓട്ടോമാറ്റിക്കലി ആ കാർട്ടിലേജില് ഓസ്റ്റിയോആർത്രൈറ്റിസ് മുട്ട് തേയ്മാനത്തേക്ക് എത്തും. അത് ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കാം അതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ലോങ് സ്റ്റെപ്പ് വെക്കില്ല, ആദ്യം നിർത്താം. വലിയ സ്റ്റെപ്പുകൾ വെക്കരുത്, ചെറിയ സ്റ്റെപ്പ് വെക്കുക. നോക്കിക്കോളൂ, ഇങ്ങനെ വെക്കേണ്ടതിന് പകരം ചെറിയ സ്റ്റെപ്പ് ഇതിങ്ങനെ വെക്കും. അതും പാദം ഇങ്ങനെ കുത്താതെ സമാധാനമായിട്ട് ഇങ്ങനെ വെക്കാം. ചെറിയ സ്റ്റെപ്പുകൾ വെക്കാം. ഈ സൈഡിലേക്ക് കാണിച്ചാൽ, സൈഡ് ബേസിൽ കാണിച്ചാൽ ഇങ്ങനെ വെക്കേണ്ടതിന് പകരം ഇങ്ങനെ വെച്ചാൽ അതെ മുട്ടില് ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഫോഴ്സ് വന്നിട്ട് മുട്ടില് പ്രശ്നം വരും. അത് കാരണം ചെറിയ സ്റ്റെപ്പ് വയ്ക്കാം. ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് നടന്നു പോവുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. ഇനി സെക്കൻഡായിട്ട് നമ്മുടെ ശരീരം കൈഫോട്ടിക് പോസ് എന്ന് പറയും. അതായത് ഇങ്ങനെ മിക്ക ആൾക്കാരും നടക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ തല ഉയർന്നിട്ടുണ്ടാവും. അതൊക്കെ പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കുമ്പിട്ടിട്ടുണ്ടാവും നിൽക്കണ്ടാവും. അതിന്റെ പുറം ശ്രദ്ധിച്ചാൽ കാണാം, കുമ്പിട്ടിട്ട് തല പൊക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നടക്കുക. ഇത് തെറ്റാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ അവസ്ഥയുള്ള ഒരാള് എങ്ങനെ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് ഇതിന് ശരിയാക്കാനായിട്ട്, അവർക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെ നടക്കും ശ്രദ്ധിച്ചോ. ഇങ്ങനെ നടക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചിന്നില്ലേ, ഈ ചിന്നിനെ ടക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക നടക്കുമ്പോൾ. അതായത് ഇങ്ങനെ കുഞ്ഞിട്ടന്നെ ഒരു നിൽക്കണ്ടാവുക. പരമാവധി ഇങ്ങനെ ആക്കാൻ നോക്കാം നടക്കുമ്പോൾ. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു കൂയലുണ്ട്, ആ കൂല് മാറ്റണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ചിന്നിങ്ങനെ ടക്ക് ചെയ്തുകൊണ്ട് നടക്കാം. സിമ്പിളായിട്ട് നോക്കിക്കോളൂ. ചിന്നിങ്ങനെ ടക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ബാക്കിലേക്ക് ഇങ്ങനെ ടക്ക് ചെയ്യാൻ നോക്കാം പരമാവധി. ഇതാണ് 2ാമത്തെ ടിപ്പ്. ഇനി 3ാമത്തെ ടിപ്പ്, ഇങ്ങനെ കൂമ്പിട്ട് നടക്കുന്നത് ഷോൾഡർ, അതായത് ഷോൾഡർ പ്രൊട്രൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഷോൾഡർ ജോയിന്റ് ഇങ്ങനെ ടേൺ ചെയ്യും, ഉള്ളിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ പിടിക്കും. ചിലവ് ഇങ്ങനെ നടക്കാം. ശ്രദ്ധിച്ചാൽ കാണാം, ഷോൾഡർ ഇങ്ങനെ ഉള്ളിലേക്ക്. ഇത് തെറ്റാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് മാറാൻ പറ്റുന്നില്ല. ഈ എക്സസൈസുകൾ ചെയ്ത് മാറ്റം കൊണ്ടുവരാൻ നടക്കുന്നത് 10,000 സ്റ്റെപ്പ് കറക്റ്റായിട്ട് നടക്കാറുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് കൈ പിടിക്കുക നന്നായിട്ട്. എന്നിട്ട് നന്നായി നെഞ്ചി പിടിക്കാൻ നോക്കാം. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നടക്കാം.
നടക്കുമ്പോൾ നിങ്ങൾ വലിഞ്ഞിട്ട് നടക്കാം. അതായത് നമ്മളെ കൈ ശ്രദ്ധിച്ച കാണാം, ബാക്കിലേക്ക് പിടിച്ചു, നന്നായി ഇതിന്റെ ബാക്കിലേക്ക് അത് വലിച്ചു. അതായത് ഇതിങ്ങനെ തൊട്ടുകൂടലിന് പകരം ഷോൾഡർ ഇങ്ങനെ നെഞ്ച വിരിച്ചു, നെഞ്ച് നന്നായി വിരിച്ചു. അപ്പൊ എൻ്റെ ഇവിടുത്തെ സ്കാപ്പുല ബോർഡ് എന്ന് പറയും, ആ തോൾപ്പട്ട എല്ല് ഇങ്ങനെ 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 നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെ, അങ്ങനെയാണ് വേണ്ടത്. നന്നായി ബാക്കിലേക്ക് വിരിച്ചിട്ട്, ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായി നെഞ്ച് വിരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ നോക്കാം. ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. തന്നോടി പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു കോർണർ എടുക്കുക. നമ്മൾ കോർണറിൽ വന്നിട്ട് ഇടയ്ക്ക് പുഷപ്പ് എടുക്കണോ, ഇങ്ങനെ വെച്ചിട്ട് നന്നായി മുന്നോട്ടും പിന്നോട്ടും ആയ, നന്നായി മുന്നോട്ടും പിന്നോട്ടും ആയ. ഈ 4 ടിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമായിട്ട്. ഈ 10,000 സ്റ്റെപ്പ് ഓരോ ദിവസം നടക്കുമ്പോൾ ഇല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നിങ്ങളുടെ പോസ്ചർ തന്നെ ഭയങ്കരമായിട്ട് മാറ്റം വരും. നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആയിക്കോട്ടെ, ചെസ്റ്റിൻ്റെ ആയിക്കോട്ടെ, മുട്ടിൻ്റെ ആയിക്കോട്ടെ, കാലിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ നിർബന്ധമായിട്ടും ഈ 4 നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം. ഹെൽത്തി ആയിട്ടിരിക്കുക. 10,000 സ്റ്റെപ്പ് തന്നെ നിങ്ങൾ നന്നായി വയ്ക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.